എൻ്റെ പേര് അരുണാണ്. ഞാൻ താമസം ഇവിടെ എറണാകുളം ജില്ല തന്നെ. പിന്നെ ഇപ്പം വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇടയ്ക്കൊന്ന് ഷൂട്ടിങ് ഉണ്ട്. എങ്ങനെയാണ് ഈ യുവാക്കൾ എന്ന സിനിമയുടെ ഭാഗമായത്? യുവാക്കൾ എന്ന സിനിമയുടെ ഭാഗമായത് ശരിക്കും ഒരു 3 വർഷം മുമ്പ് ഇതിൻ്റെ ഡയറക്ടർ നമ്മളെ കാണുകയും പരിചയപ്പെടുത്തി. എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അങ്ങനെ അദ്ദേഹം പരിചയപ്പെട്ടു. അപ്പം അങ്ങനെ ഇതിൻ്റെ കൂടെ കൂടി ഇതിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയായി ജോയിൻ ചെയ്ത് നമ്മൾ. ഇതിനു മുമ്പ് ഏതെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇതിൻ്റെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഷോർട്ട് ഫിലിമും അതുപോലെ തന്നെ ഫിലിമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളെ പിന്നെ സ്കൂളിലൊരു കലാപ്രതിഭയായിരുന്നു. അപ്പം അങ്ങനെ ഇദ്ദേഹം അറിയാം, നമ്മുടെ ഡയറക്ടർ മനുമാഷുമായിട്ട് അറിയാം. ഒരു യുവാക്കൾ എന്ന മൂവി തുടങ്ങിയപ്പോൾ തന്നെ നമുക്കത് എല്ലാം ഒരു ടീം സ്പിരിറ്റോടെ എടുക്കുന്ന ഒരു ആൾക്കാരാണ് കൂടെ ഉള്ളതെല്ലാം, കമ്പനിക്കാരാണ്. ഒരു 3 വർഷക്കാലമായി. 3 വർഷക്കാലമായി നമ്മുടെ ഈ പടം തുടങ്ങിയിട്ട്. എങ്കിലും അതിന്റെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയാണ്. ഓരോന്നും എന്താണ് വർക്കുകളെല്ലാം തീർത്ത് പോകുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം ഷോട്ട് വന്നിരിക്കുന്നത് നമുക്ക്. ഇതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും പറയുവാണെങ്കിൽ പല സ്ഥലത്തായിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ട് ആയിരുന്നു. അത് ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാൽവരി മൗണ്ടിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഒരു പാട്ട് സീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും റോയൽ ബേക്കറി, നമ്മുടെ റഫീഖ് സാർ ഉണ്ടായിരുന്നു, പല വിനോദീകരണം ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്ന കൂടെ. ഒരു വലിയ പാട്ട് സീനായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതിനുശേഷം പിന്നെ നമുക്ക് പാലക്കാട് നെന്മാറ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ആയ പ്രദേശങ്ങൾ നല്ല ഷൂട്ട് ചെയ്ത ഒരു സിനിമയെന്ന് പറയുന്നത് യുവാക്കള്. ശരിക്കും ഇത് പുറത്തിറങ്ങാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉപരിയായിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാം തന്നെ ഒരു വച്ച് ചെയ്യുന്ന ഒരു മൂവി ആയി തീരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിന്റെ അകത്തെ ക്യാരക്ടർ ശരിക്കും ഫസ്റ്റ് ഇതിന്റെ അകത്തൊരു നായകൻ എന്നുള്ള രീതിയിലാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ നായകനേക്കാളും കൂടുതൽ വില്ലന്മാർക്കാണ് ഇതിന്റെ അകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആസ് എ വില്ലൻ വില്ലനായിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മൾ ഇതിന്റെ അകത്ത്. അപ്പൊ അങ്ങനെ ഒരു റോളാണ് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ അകത്ത്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് നന്മ വരുത്തുന്ന ഒരു മെസ്സേജ് ആയിരിക്കും ഇതിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത് ഇറങ്ങുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ സൊസൈറ്റിയുടെ നേരെയുള്ള ഒരു ഇന്നത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നല്ല രീതിയിലുള്ള ഒരു സന്ദേശം കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത് ഓണത്തിനോട് കൂടി ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓണത്തിനോട് കൂടി തീർച്ചയായിട്ടും ഉണ്ടാകും. ഷൂട്ടിംഗ് ഓൾമോസ്റ്റും തീർന്നിരിക്കുന്നു. പാട്ട് സീനിന്റെ കുറച്ച് വർക്കുകളാണ് നമ്മൾ ക്ലോസ് അപ്പ് ഷോട്ടാക്കിയാണ് ഇവിടെ എടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഷോട്ടുകളൊക്കെ ഒരുവിധം തീർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നോടുകൂടി മിക്കവാറും അതിന്റെ എല്ലാം തീരും. പിന്നെ നമ്മൾ എഡിറ്റിങ്, ഡബിങ്ങിന്റെ കൂടുതലായിട്ടും ഇനി ഇൻവോൾവ് ചെയ്യുന്നത്. എഡിറ്റിങ് ഒരുവിധം വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഡബിങ് ആയിരിക്കും കൂടുതലായിട്ട്. ഏതായാലും ഓണത്തിനോട് കൂടി പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. താങ്ക് യു. ഓഡിയൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പടം കാണുക, ആദ്യമായിട്ട് കാണുക. കണ്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്രൈം എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളെയും ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളെയും അതുപോലെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാരെയും ഡയറക്ടർ അടക്കം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ശരി, ഓക്കെ, താങ്ക് യു.